ഓം യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർവിജയോ ഭൂതിർധ്രുവാ നീതിർമതിർമമ. പലരും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ ശത്രുക്കൾ, ബാഹ്യശത്രുക്കളെയല്ല നേരിടേണ്ടത്, ആന്തരികമായ ശത്രുക്കളുണ്ട്, അവരെ നേരിടുകയാണ് വേണ്ടത്. പലരുടെയും ചില പ്രതികരണങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ആന്തരിക ശത്രുക്കളെ ആര് നേരിടണം, ബാഹുശത്രുക്കളെ ആര് നേരിടണം എന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ നാം വളരെയേറെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുള്ള സമയം എപ്പോഴൊന്നും മനസ്സിലാക്കണം. എപ്പോഴാണ് ആന്തരിക ശത്രുക്കളെ നേരിടേണ്ടത്, എപ്പോഴാണ് ബാഹ്യശത്രുക്കളെ നേരിടേണ്ടത്. ഒരാൾക്ക് ആന്തരിക ശത്രുക്കളുമുണ്ട്, ബാഹ്യശത്രുക്കളുമുണ്ട്, രണ്ടുമുണ്ട്. രണ്ടുമില്ലാതെ ഒരിക്കലും ആരും ജീവിക്കില്ല. സത്യത്തിൽ ബാഹ്യശത്രുക്കളെ നേരിടാതെ ആന്തരിക ശത്രുക്കളെ മാത്രം നേരിട്ടാൽ മതി, അതിനടക്കി നിർത്തിയാൽ മതി എന്നിങ്ങനെ പ്രചരിപ്പിച്ച് ഹിന്ദു ജനങ്ങളെ ഒരു നിർവേദത്തിൻ്റെ അവസ്ഥയിലേക്ക്, ഒരു പ്രതികരണശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ ഇത്തരം ഉപദേശികൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും പറയും, ഓ നീ അങ്ങനെ ജീവിക്കുന്ന ആളല്ലേ, നീ ഇങ്ങനെ കോപിക്കാൻ പാടുണ്ടോ, നീ അത് ചെയ്യാൻ പാടുണ്ടോ, ഇത് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ. പ്രത്യേകിച്ച് ഒരു അധ്യാത്മ പന്ഥാവ് തിരഞ്ഞെടുത്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കാമക്രോധാദി ഷഡ്വർഗങ്ങളെ ജയിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. ശാസ്ത്രവും അതാണ്. പക്ഷെ ആര് ജയിക്കണം, എപ്പോൾ ജയിക്കണം എന്നുള്ള കാര്യമാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ ഈ കാമക്രോധാദികളെ നാം കീഴടക്കുന്നത് നമ്മുടെ ബലഹീനതയെ കാണുന്നൊരു സമൂഹമാണ് എന്നുള്ളത് അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. കാമവും ക്രോധവും ലോഭമോഹ മത മത്സര്യങ്ങൾ ഇതിനൊക്കെ നിയന്ത്രിക്കണം, അതിനൊക്കെ ഇല്ലാതാക്കുകയല്ല വേണ്ടത്. നമ്മുടെ ജീവിതമാകുന്ന ഒരു പന്തലിൻ്റെ 6 കാലുകളാണ് വാസ്തവത്തിലിത്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം എന്നിവ 6 കാലുകളാണ്. ആ കാലുകളില്ലാതെ ഈ പന്തൽ നിലനിൽക്കില്ല. അപ്പോൾ ആ പന്തലില്ലാതെ എങ്ങനെയാണ്, ഈ കാലുകളില്ലാതെ എങ്ങനെയാണ് ഈ പന്തൽ നിലനിൽക്കുക? അപ്പോൾ കാമക്രോധാദികളെ നാം എങ്ങനെ നിയന്ത്രിക്കണമെന്നാണ് ചിന്തിക്കേണ്ടത്. 6 കാലുകളും സമമായി വന്നെങ്കിൽ മാത്രമേ പന്തൽ നേരെ നിൽക്കുകയുള്ളൂ. 6 കാലുകളിൽ ഒരു കാലിൻ്റെ ഉയരം കൂടിയും ഒരു കാലിൻ്റെ ഉയരം കുറഞ്ഞും വന്നു കഴിഞ്ഞാൽ പന്തൽ നേരെ നിൽക്കില്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പം കാമക്രോധാദികളെ നമുക്ക് നിയന്ത്രിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ, അതല്ലാതെ അത് ഇല്ലാതാക്കാൻ സാധ്യമല്ല. ആ കാമക്രോധാദികളും നമുക്ക് ആവശ്യമാണ് ജീവിതത്തിൽ എന്ന് പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. രാമായണത്തിൽ ശ്രീരാമൻ്റെ സ്വഭാവ വർണ്ണന എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് നാരദൻ ചോദിക്കുകയാണ്, വാൽമീകി നാരദനോട് ചോദിക്കുകയാണ്, കോന്യസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത എന്ന് പറഞ്ഞ് ഒരുപാട് ഗുണഗണങ്ങൾ പറഞ്ഞ്, ഇത്രയും ഗുണഗണങ്ങളോട് കൂടിയ ഒരു മനുഷ്യൻ ഏതാണ് ലോകത്തുള്ളത് എന്ന് പറഞ്ഞപ്പോൾ, ചോദിച്ചപ്പോൾ നാരദൻ ഉത്തരം പറയുന്നു, മുനേ ഭക്ഷ്യാമ്യഹം ബുദ്ധ്വാ തൈര്യുക്ത ശ്രൂയതാം നരാ ഇക്ഷ്വാകു വംശപ്രഭവോ രാമോ നാമ ജനൈശ്രുത. അല്ലയോ മഹർഷേ, ഞാനത് മനസ്സിലാക്കി പറയുന്നു. അത്തരത്തിൽ അങ്ങ് പറഞ്ഞ എല്ലാ ഗുണങ്ങളോടും കൂടിയ ഒരു മനുഷ്യൻ ലോകത്തുണ്ട്. അതാരാണ്? ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച രാമൻ എന്നറിയപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥയാണ് എഴുതേണ്ടത്. ആ രാമൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്ന അവസരത്തിൽ ഒരു ശ്ലോകമുണ്ട്. സമുദ്ര ഇവ ഗാംഭീര്യേ ധൈര്യേണ ഹിമവാനിവ കാലാഗ്നി സദൃശക്രോധേ ക്ഷമയാ പൃഥിവീ സമാ എന്നാണ് ശ്ലോകം. അതായത് സമുദ്ര ഇവ ഗാംഭീര്യം, ഗാംഭീര്യത്തിൽ സമുദ്രം പോലെയാണുള്ളത്, ധൈര്യത്തിൽ ഹിമവാനെ പോലെയാണുള്ളത്.
കാലാഗ്നിയെപ്പോലെയാണ് ക്രോധം. ക്ഷമയാണെങ്കിൽ ഭൂമിയെപ്പോലെ ക്ഷമിക്കുന്നുണ്ട്, ഭൂമിയെപ്പോലെ ക്ഷമയുണ്ട്. അതാണ് പുരുഷ ലക്ഷണമായി പറയുന്നത്, പുരുഷോത്തമൻ്റെ ലക്ഷണമാണത്. ക്രോധം വേണ്ടിടത്ത് ക്രോധം പ്രയോഗിച്ചെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഒരച്ഛൻ മകനോട് ക്രോധം കാണിച്ചില്ലെങ്കിൽ, ക്രോധം കാണിക്കേണ്ടടുത്ത് കാണിച്ചില്ലെങ്കിൽ, ഒരു രാജാവ് പ്രജയോട് ക്രോധം കാണിക്കേണ്ടടുത്ത് കാണിച്ചില്ലെങ്കിൽ അതൊക്കെ അപകടത്തിലായി തീരും. അപ്പോൾ ആരോട് ക്രോധം കാണിക്കണം, സന്ദർഭം എന്താണ് എന്ന് നാം ചിന്തിക്കണം. ക്രോധവും ആവശ്യമാണ്, കാമവും ആവശ്യമാണ്, ലോഭമോഹ മതമത്സര്യങ്ങളൊക്കെ തന്നെ ആവശ്യമാണ്. പക്ഷേ മുമുക്ഷുവിനെ സംബന്ധിച്ചിടത്തോളം, മോക്ഷം മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ ഉത്തരമതിനൊക്കെ എന്താണ് ഇല്ലാതാക്കണം. അത് മറ്റൊരു ശാസ്ത്രം. പക്ഷേ പ്രായോഗിക ശാസ്ത്രം പരിശോധിക്കുകയാണെങ്കിൽ കാമക്രോധാദികളൊക്കെ തന്നെ വേണം. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര. യോഗേശ്വരനായ കൃഷ്ണനെ ഒരു ഭാഗത്ത് വേണം, ധനുർധരനായ പ്രയത്നത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന അർജുനനും വേണം. അർജുനന് ക്രോധമില്ലെങ്കിൽ യുദ്ധം നടക്കില്ല. യുദ്ധം എന്താണ്? കാമക്രോധ ലോഭമോഹ മതമത്സര്യങ്ങളുടെ കേളീരംഗമാണ് ബാഹ്യമായി കാണുന്ന യുദ്ധം. ആന്തരികമായ യുദ്ധവും അതാണ്. ഏതോ ഒരു തത്വശാസ്ത്രജ്ഞൻ പറഞ്ഞു, വാസ്തവത്തിൽ യുദ്ധം നടക്കുന്നത് മനുഷ്യ മനസ്സിലാണെന്നാണ്. മനുഷ്യ മനസ്സിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ബാഹ്യപ്രകടനമാണ് ഈ യുദ്ധങ്ങളൊക്കെ തന്നെ. എല്ലാ യുദ്ധങ്ങളും മനുഷ്യ മനസ്സിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ യുദ്ധങ്ങളില്ലായിരുന്നെങ്കിൽ, അത് നാം ഒരു പ്രതിരോധ നിര വാർത്തെടുത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ പരുങ്ങല്ലായി മാറും. പലപ്പോഴും പലരെയും ഭയക്കുന്നത് അയാൾക്ക് വെറുപ്പ് പിടിക്കുക എന്ന് പറഞ്ഞിട്ടാണ്. അയാൾ വെറുപ്പ് പിടിക്കും, ദേഷ്യപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് ഭയക്കുന്നത്. ഒരിക്കൽ ഒരു പാമ്പ് പലരെയും കടിച്ച് അങ്ങനെ പലരും മരിക്കുവാനിടയായി. അങ്ങനെ ആ പാമ്പിന് പശ്ചാത്താപം വന്നു. പാമ്പ് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഞാൻ പലരെയും കടിച്ച് പാപം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചോദിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, പോയി തപസ് ചെയ്തോളാൻ. അങ്ങനെ പാമ്പ് ഒരാൽത്തറയിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന അവസരത്തിലാണ് പാമ്പിനെ കണ്ടപ്പോൾ ആൾക്കാരൊക്കെ കൗതുകത്തോടെ നോക്കി. ഒരാൾ വടികൊണ്ട് തട്ടി നോക്കി, ഒരാൾ കല്ലെടുത്ത് എറിഞ്ഞു നോക്കി. അങ്ങനെ പാമ്പിനെ കാണുമ്പോൾ എല്ലാവർക്കും കൗതുകമാണല്ലോ. അങ്ങനെ പാമ്പിന് നിരന്തര ഉപദ്രവമായി തീർന്നു. എല്ലാം വിട്ട് മോക്ഷം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാമ്പ്, ലോകം മുഴുവൻ സൂഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ പാമ്പ്, ലോകത്താരെയും ഉപദ്രവിക്കില്ല എന്ന് ആഗ്രഹിക്കുന്ന ഈ പാമ്പിന് മറ്റുള്ളവരിൽ നിന്ന് ഉപദ്രവം സഹിക്കാതായി. അവസാനം പാമ്പ് വീണ്ടും ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി ചോദിച്ചു, ഞാനിപ്പോൾ ആർക്കും ഉപദ്രവം ചെയ്തു, പക്ഷേ എല്ലാവരും എന്നെ ഉപദ്രവിക്കുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ബ്രഹ്മാവ് പാമ്പോട് പറഞ്ഞു, നീ ആരെയും ഉപദ്രവിക്കണ്ട, ആരെയും കടിക്കണ്ട, പക്ഷേ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് പത്തി വിടർത്തി ഒന്ന് ഊതാമല്ലോ, അത് ചെയ്താൽ ആൾക്കാർ ഭയപ്പെടും, അപ്പോൾ നിനക്ക് ഉപദ്രവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പത്തി വിടർത്തി ഊതുവാനുള്ള കരുത്തെങ്കിലും നാം കാണിച്ചില്ലെങ്കിൽ, തീരെ പ്രതികരണശേഷി നഷ്ടപ്പെടുകയാണെങ്കിൽ ഒരിക്കലും നമുക്കിവിടെ ജീവിക്കുവാൻ സാധ്യമല്ല. അതായത് മോക്ഷാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതിക ജീവിതമില്ല, വ്യാവഹാരികത്വമില്ല, അത് മോക്ഷമാണ് ആവശ്യമുള്ളൂ. ആ മോക്ഷാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കാമക്രോധ ലോഭമോഹ മതമത്സര്യങ്ങളൊക്കെ തന്നെ പരിത്യജിക്കണം. അതാദ്യം പരിത്യജിക്കേണ്ടത് ഏതാണെന്നാണ് ചിന്തിക്കേണ്ടത്. പലരും പറയും കാമമാണെന്ന്. കാമം ആദ്യം പരിത്യജിക്കാൻ പറ്റില്ല. കാരണം കാമം എന്താണ്? മനുഷ്യൻ്റെ പ്രകൃതിയാണ്. രണ്ടാണ് മനുഷ്യൻ്റെ പ്രകൃതി, ഒന്ന് കാമം, മറ്റൊന്ന് മരണം. മരണം പ്രകൃതി ശരീരിണാം വികൃതിർജീവിതമാഹു സൂരയ എന്നാണ് കാളിദാസൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാമവും മരണവും എന്താണ്? മനുഷ്യൻ്റെ പ്രകൃതി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കാമത്തെ ആർക്കും പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റില്ല. അതേ അവസരത്തിൽ ആദ്യം നിയന്ത്രിക്കേണ്ടത്
മത്സര്യത്തെയാണ്. ഞാൻ വലുതാകണം, അതുകൊണ്ട് മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തണം എന്നുള്ള ആ വിചാരം, അതാണ് മത്സര്യം. മറ്റുള്ളവനെ അതിജീവിക്കണം എന്ന വിചാരമാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത്. മത്സര്യം ഇല്ലാതായി കഴിഞ്ഞിട്ട് പിന്നെ മതം, പിന്നീട് മോഹം, പിന്നീട് ലോഭം, പിന്നീട് ക്രോധം, അവസാനം മാത്രമേ കാമത്തെ ഒരാൾക്ക് നിയന്ത്രിക്കുവാൻ സാധ്യമായുള്ളൂ. അല്ലാതെ എല്ലാവരും പറയും കാമത്തെയാണ് നിയന്ത്രിക്കേണ്ടത്, അല്ലെ ക്രോധത്തെയാണ് നിയന്ത്രിക്കേണ്ടതെന്ന്. കാമവും ക്രോധവും അവർ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളൂ. അവർ കലശലായിട്ട് അത്യുൽക്കടമായി മതമാത്സര്യങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. കാമവും ക്രോധവും അവർ പ്രകടിപ്പിക്കുന്നില്ല, പക്ഷെ ഉള്ളിലുണ്ട്, പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മോക്ഷാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെ ക്രമാനുഗതമായി വർജിക്കേണ്ടതാണ്. കാമക്രോധാദി ഷഡ്വർഗ നാശനായേ നമോനമ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ക്രമാനുഗതമായി വർജിക്കണം. അതേ അവസരത്തിൽ വ്യാവഹാരിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതമാകുന്ന പന്തലിൻ്റെ 6 നെടും തൂണുകളാണ് കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങൾ. അതിനെ സമവായത്തിൽ നിർത്തിയാൽ മതി, സമമായിട്ട് നിർത്തിയാൽ മതി. ഒന്നിന് ഉയരം കൂടുകയും ഒന്നിന് ഉയരം കുറയുകയും ചെയ്യരുത്. ഒരേ വിധാനത്തിൽ നമ്മുടെ മനസ്സിൻ്റെ നിർത്തുകയാണെങ്കിൽ അതൊക്കെ തന്നെ ജീവിതത്തിന് ഉപകാരകരമായി തീരും. അതിലൂടെ മാത്രമാണ് ജീവിത വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ.